ഈ യാത്ര 2013 കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന് വേണ്ടി ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യം രജിസ്റ്റർ തയ്യാറാക്കുന്ന ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകാൻ തിരഞ്ഞെടുത്തതിലൂടെ തുടങ്ങിയ യാത്രയാണ്. എന്നെ അവിടെ എത്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ട ജോൺ ചേട്ടൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് പേർ ഒരു ടീമിലുണ്ടായിരുന്നു. അനീഷ, അശ്വതി, ഹെലൻ. ഞങ്ങൾ 2 വർഷം കഠിനാധ്വാനം ചെയ്ത് കുറേയധികം ജീവജാലങ്ങളെ കണ്ടെത്തി ഒരു രജിസ്റ്ററിന്റെ രൂപത്തിൽ തന്നെ ഏൽപ്പിച്ചു. അതിനകത്ത് പരമ്പരാഗത അറിവുകൾ ഒരു പ്രധാന ഘടകമായിരുന്നു. അതുകൊണ്ട് തന്നെ പരമ്പരാഗത അറിവുകൾ പകർന്നു നിന്ന കടൽപ്പണിക്കാരുടെ എല്ലാം പേരുകളാണ്. അതിനൊടുവിൽ KSBB അത് പബ്ലിഷ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഞങ്ങൾ ആ പോസ്റ്ററുകളിലൂടെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ദൈവീത കാണും. അറിയാമെന്നുള്ള ലോകം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് സാധാരണ ഒരു നഗരവാസിക്ക് കടൽ തീരുമ്പോൾ ശംഖുമുഖത്ത് നോക്കി കടലിൽ നോക്കി നിൽക്കുമ്പോൾ അത് കടൽ മാത്രമാണ്, ഒരു ജലാശയം മാത്രമാണ് അവർ കാണുന്നത് എന്നുള്ളത്. അപ്പൊ അതിനപ്പുറത്തേക്കുള്ള ഒരു കടലിനെ കണ്ടെത്താനുള്ള ഒരു വലിയ ശ്രമമാണ്. അതാണ് ഇപ്രാവശ്യത്തെ സമുദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രമേയം എന്നുള്ളതാണ്. നമുക്കറിയാത്ത കടലിനെ കാണിച്ചു തരുന്ന ഒരു കൂട്ടം ആൾക്കാർ. അവര് കടലിനെ പറ്റിയുള്ള നമ്മുടെ ചിന്തകളിലേക്ക് വീണ്ടും ഒരു പുനർനിർവചിക്കുന്ന ഒരു വലിയ പ്രയത്നത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. അവര് ആ അറിവ് ജനങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രസക്തിയായിട്ട് ഞാൻ കാണുന്നത്. ആ ഉദ്യമത്തിന് നേതൃത്വം നൽകിയ റോബർട്ട്, അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ഒരുപാട് വ്യക്തികൾ, പ്രത്യേകിച്ച് കടൽപ്പണിക്കാര്, അദ്ദേഹത്തിന് ഈ സാങ്കേതിക കാര്യങ്ങളിൽ സഹായിച്ച ഈ നമ്മുടെ ആഴി പോലുള്ള സംഘടനയിലെ ആൾക്കാർ, അദ്ദേഹത്തെ കടലിൽ കൊണ്ടുപോയ സ്ക്യൂബ ഡൈവിംഗിന്റെ കൊച്ചിൻ സ്ക്യൂബ ടീം, ഇവരെല്ലാം. അപ്പോൾ ഈ മണൽ ഒഴുകുന്നതിന്റെ സ്ട്രെങ്തും അല്ലെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയും ഇതൊക്കെ വാസ്തവത്തിൽ എല്ലാവരും അറിയണമെന്ന് ഞാൻ പറയല്ല, പക്ഷെ പോളിസി മേക്കേഴ്സ് എല്ലാവരും അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പോളിസി മേക്കേഴ്സിനെ, ഗവൺമെന്റിലിരിക്കുന്ന ആളുകളെ, ഇപ്പോൾ മന്ത്രിസഭയിലും IAS കിട്ടിയിട്ട് വരുന്ന ആളുകൾ, ഫിഷറീസ് ഡയറക്ടർ അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിൽ PSCയിൽ നിന്ന് ജോലിക്ക് വരുന്ന ആളുകൾ, ഇവർക്കൊക്കെ ഈ അറിവുകൾ നമ്മൾ പ്രദാനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഗ്രൂപ്പിനെ ഞാൻ കാണുന്നത്. അവർ ചെയ്തിട്ടുള്ള 2 ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഒന്ന് കമ്മ്യൂണിറ്റി മറൈൻ ഡൈവേഴ്സിറ്റി രജിസ്റ്റർ തയ്യാറാക്കുന്ന ആളുകൾ, അതായത് ഇവിടെ ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന വിഭാഗമാണ്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. എന്നെ ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈ വെബ്സൈറ്റും മറ്റും പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. അല്ല, ആഴക്കടൽ മത്സ്യബന്ധനം എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വലുതായിട്ടൊന്നും മീനില്ല. അത് ഇതുവരെ 75 വർഷം കഴിഞ്ഞിട്ട് പോലും നമ്മുടെ പോളിസി മേക്കേഴ്സ് ഇത് മനസ്സിലാകുന്നില്ല. അതായത് മത്സ്യം കൂടുതലും തീരത്താണ്. കാരണം അതിൻ്റെ സയൻസൊക്കെ ഞാൻ പറയുന്നില്ല, പക്ഷെ ഇപ്പം തീരമാണ് സംരക്ഷിക്കുന്നത്. തീരക്കടൽ സംരക്ഷിച്ചാൽ മാത്രമേ ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ. 2, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇത് സംരക്ഷിക്കുന്ന വ്യക്തികളാരാണ്? ഇറ്റ് ഇസ് ദ കമ്മ്യൂണിറ്റി. അവർക്കാണ് ഇതിനകത്ത് കൂടുതൽ സ്റ്റേക്ക് ഉള്ളത്. അപ്പം അവരെ തീർച്ചയായിട്ടും ഇൻവോൾവ് ചെയ്യണം, അവരെ ഓണർ ചെയ്യണം. അപ്പം ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് എന്താണ്? അതുപോലുള്ള ഒരു ശ്രമം അത് ആണ് നമ്മൾ ഇപ്പം ലോഞ്ച് ചെയ്ത്. ഈ ലൈഫ് ബിലോ ദ വാട്ടർ
can only be assessed by the communities above the water. And അത് നമ്മൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കണം. അപ്പം ഇവിടെ നമ്മൾ ഫ്രണ്ട്സ് ഓഫ് മറീൻ ലൈഫ് ഇവിടെ അവതരിപ്പിച്ചത് അതാണ് നമ്മൾ കാണുന്നത്. ഒരു ചെറിയ പ്ലാന്റിൽ നിന്ന് ഈ വേംസിൽ കൂടെ എല്ലാത്തിനും കൂടെയാണ് നമ്മുടെ അവസാനമായിട്ട് ഒരു വലിയ മീന് കിട്ടുന്നുണ്ട്. ആ ബന്ധം, ആ ചങ്ങല നമുക്ക് ശരിക്കും മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ സമുദ്രമോ ഈ ഹാബിറ്റാറ്റോ നമ്മൾ സംരക്ഷിക്കാൻ പോകില്ല. അത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ആ ബോധം, ആ അറിവ് നമുക്ക് എങ്ങനെയാണ് അത് സംരക്ഷിക്കാൻ സാധിക്കും. കൂടാതെ നമ്മുടെ ചെറുപ്പക്കാരും ഭാവിയുള്ള പിള്ളേർക്ക് ഈ ബോധം നമുക്ക് എങ്ങനെ നിലവിൽ കൊണ്ടുവരാനും നമ്മുടെ പഠനത്തും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമെന്ന് ആണ് ഇന്നത്തെ ചാലഞ്ച്. ഫ്രണ്ട്സ് ഓഫ് മറീൻ ലൈഫിൻ്റെ ചാലഞ്ച് തീർന്നിട്ടില്ല, അത് മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് എൻ്റെ ആഗ്രഹം. സോ താങ്ക് യു റോബർട്ട്. ഫ്രണ്ട്സ് ഓഫ് മറീൻ ലൈഫിന് എല്ലാവർക്കും നന്ദി. ഈ വലിയ സംഭവത്തിലോട്ട് നമുക്ക് എത്താൻ സാധിച്ചു. അതിപ്പോൾ മറ്റ് ജനങ്ങൾക്ക് ഒരു ആവേശവും ഉണ്ടാക്കിയോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. റോബർട്ടിനെ പോലെയുള്ള ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ടും ഈ ദിനത്തിൽ ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ സ്വീകരിച്ചത്. ഇത് വലിയൊരു കൂട്ടായ്മയാണ് ഇവിടെ ഇരിക്കുന്നവർ. എൻ്റെ പ്രത്യാശയും പ്രതീക്ഷയും അത് തന്നെയാണ്. പൂർവികം സാധനം മാറി നിൽപ്പൂ എന്ന് പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് പിന്തുണ കൊടുക്കേണ്ട ഈ അവസ്ഥയിൽ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എല്ലാ ഭാവുകങ്ങളും ആശംസകളും ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിന് നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. நான் ஒரு மത്സ്யத்தொழிலாளி. எனக்கு பாரம்பரியமா மത്സ്யத்தொழிலை வச்சுதான் தெரியும். எங்க அப்பா, அப்பாவுக்கு அப்பா எல்லாரும் மത്സ്യத்தொழிலாளி. எங்களுக்கு தெரியாத விஷயங்கள் ஒருபாடு இங்க அவங்க அண்ணா கண்டுபிடிச்சிருக்காங்க. அதுக்கெல்லாம் ரொம்ப நன்றி கூறி விடைபெறுகிறோம். ஒரு முக்கியமான காரியம் எப்படின்னா 10 வருஷத்துக்கு முன்னாடி கிடைச்ச மீன் ஐட்டங்கள் இன்னைக்கு கிடைச்சது இல்லை. அந்த பேரு கூட கிடையாது. நம்ம சின்ன குழந்தையிலேயே நான் கடல்ல தொழில் போன ஆட்கள், என்னை போல தொழில் போன ஆட்கள் கூடுதல் இருக்காங்க. எங்க ஆபீஸ்ல இருந்து வந்தவங்க 5 வருஷத்துக்கு முன்னாடி கிடைச்ச மீன் முதல் இப்ப கிடைச்சது கிடையாது. இதுக்குள்ள காரணம் என்னன்னா கடல்ல ஒரு முறைகள் சரியில்லை. அதை இப்பயும் நம்ம ஒரு நிறுவனம் கண்டுபிடிச்சு கொண்டு வரக்கூடிய காரணத்தினால பின்னாடி உள்ள காலகட்டங்கள் தலைமுறைகள் வளர்றதுக்கு ஒரு வளர்ச்சி முறை வாரதுக்கு ஒரு நல்ல ஒரு திட்டத்தை பயன்படுத்தி கொண்டு வர்றதுக்கு ரொம்ப ரொம்ப അരുമയാക നന്ദി കൂറി വിടപെറുകയും. നന്ദി. വണക്കം. കടൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു മറ്റു രീതിയിലുള്ളൊരു ഞങ്ങളുടെ കലാപ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുള്ള വലിയ പ്രമേയമായിരുന്നു കടൽ. കടൽ വഴി കേരളത്തിലുള്ള ബന്ധങ്ങൾ മറ്റുമായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് ചെയ്തു വരുന്ന പല കലാപ്രവർത്തനങ്ങളുടെയും ഒരു മുഖ്യ പ്രമേയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരർത്ഥത്തിൽ ഇത് അത്തരം പ്രവർത്തനത്തിൻ്റെ കലാപ്രവർത്തനത്തിൻ്റെ ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ് ഒരു പക്ഷേ ഇത്തരം ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫിൻ്റെ മറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയിൽ ചേർന്നുള്ള ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യും. അത് നേരത്തെ മുമ്പ് പലരും സൂചിപ്പിച്ചതുപോലെ ഒരു രീതിയിൽ ഒരു തൊഴിൽ സമൂഹത്തെ, ഒരു തൊഴിൽ മേഖലയെ ഒരു ജ്ഞാന സമൂഹമായി മാറ്റുന്നതിൻ്റെ ഭാഗം കൂടിയാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ അക്കാഡമിക് ആയിട്ടുള്ള ശാസ്ത്രജ്ഞരുടെ പഠനവും ജനകീയമായ അറിവുകളും തമ്മിലുള്ള ഒരു സംവാദത്തിന് ഒരു പക്ഷേ ഇത്തരം ഒരു തുറന്ന വെബ്സൈറ്റ് ഇത്തരം ജ്ഞാനത്തെ നമ്മൾ ഒരു പൊതുമണ്ഡലത്തിൽ ഓപ്പൺ ആക്സസിൽ എത്തിക്കുമ്പോൾ ഒരു പക്ഷെ അത് കുറച്ചുകൂടി തുറന്ന ഇൻഫോംഡ് ആയിട്ടുള്ള ചർച്ചകൾക്കും ഒരു പക്ഷേ കൂടുതൽ ഭാവനാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള പോളിസി മാറ്റങ്ങൾ, പോളിസികൾക്ക് നയരൂപീകരണങ്ങൾക്ക് സഹായിക്കും എന്നും പ്രതീക്ഷിക്കുന്നു.
റോബർട്ട് സാറിനെ കുറിച്ച് ഓർക്കുമ്പോൾ റോബർട്ട് സാറിന് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു എന്നെ ഈ അവസരത്തിൽ മെൻഷൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് തന്നെ പറഞ്ഞു. ഞാൻ അദ്ദേഹമായിട്ട് ചെലവിട്ട ഒരു ഡൈവിംഗ് സന്ദർഭം നിങ്ങളുടെ ഇടയിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങള് വലിയ പറയുന്ന ബോട്ട് എടുത്ത് ഒരു ഡൈവ് സൈറ്റിലേക്ക് പോകണം. അതൊരു ഓക്കി ദുരന്തത്തില് മുങ്ങിപ്പോയ ഒരു വെസലില് കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ അന്ന് ഡൈവ് പ്ലാൻ ചെയ്തത്. അപ്പൊ അദ്ദേഹത്തിനും കൂടി നമ്മൾ പോയത് പ്ലാൻ ചെയ്തത് ഒരു 40 മീറ്റേഴ്സ് ഡെപ്ത് ഉള്ള ഒരു സ്ഥലത്താണ് ഡൈവ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തത്. ഔപചാരികമായിട്ട് അവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞപ്പോ ഒരു പറ്റം ക്ലാത്തികൾ എന്ന് വെച്ചാൽ ട്രിഗർ ഫിഷ് ആണ് ഉദ്ദേശിക്കുന്നത്. ട്രിഗർ ഫിഷ് നമ്മളെ വന്ന് പൊതിയുണ്ട്. ആയിരക്കണക്കിന് ട്രിഗർ ഫിഷാണ് വന്ന് പൊതിഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ട്രിഗർ ഫിഷിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർപ്പിൾ കളറും വയലറ്റ് കളറൊക്കെ കൂടിയിട്ട് ഒരു മിശ്രിതമായിട്ടുള്ള ഒരു കളറാണ്. നമുക്ക് ഒരു സർറിയലിസ്റ്റിക് വേൾഡിലേക്ക് പ്രവേശിച്ച ഒരു ഫീൽ ആയിരിക്കും അപ്പോൾ നമുക്ക് ഉണ്ടാവുക. ഒരു പ്രത്യേക ലോകത്തിലായിരിക്കും അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇദ്ദേഹം 40 മീറ്റർ അടിയിലേക്ക് നമ്മൾ പോകുന്ന ആ ഒരു കാൽക്കുലേഷൻ തെറ്റിച്ചിട്ട് 45 മീറ്ററിലേക്ക് പുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ടൈം എന്ന് വെച്ചാൽ ഞാൻ ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് 8 മിനിറ്റ് ആണ് നമുക്ക് 40 മീറ്ററിൽ സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന സമയം. ഇപ്പൊ 8 മിനിറ്റ് എന്നുള്ളത് 10 മിനിറ്റ് കഴിഞ്ഞ് 45 മീറ്റേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അദ്ദേഹം ക്യാമറയും കൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. വെള്ളത്തിനടിയിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ കൈകൊണ്ടും കാലുകൊണ്ടും ആക്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ആക്ഷൻസ് ഒന്നും പുള്ളി വകവെക്കാതെ പുള്ളി പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അവസാനം പിന്നെ ഇതിന് വേറെ സംഭവം കൂടിയുണ്ട്. ഇതിന്റെ നൈട്രജൻ നർക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ട്. അത് നൈട്രജന്റെ ഒരു സാച്ചുറേഷൻ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ആളുകൾക്ക് ഒരു ഇൻടോക്സിക്കേറ്റഡ് ലെവലിലേക്ക് പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ അദ്ദേഹത്തിന് നൈട്രജൻ നർക്കോസിസ് ബാധിച്ചിട്ട് പോകുമായിരിക്കും എന്ന്. പിന്നെ ഒരു ബലപ്രയോഗത്തിലൂടെയാണ് അദ്ദേഹത്തിന് മുകളിലേക്ക് നമുക്ക് പൊക്കിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും.